ശബരിനാഥൻ ആലപ്പുഴയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി പോകുമോ ആന്റോ ആന്റണിക്ക് വേണ്ടി പോകുമോ? ഒന്ന് പറഞ്ഞാട്ടെ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ശബരിനാഥന് പത്തനംതിട്ട അത്യാവശ്യം സൗകര്യങ്ങളും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉള്ള ആളാണല്ലോ. ശബരിനാഥൻ അവിടെ ആർക്ക് വേണ്ടി പോകും? നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. അവിടെ കോൺഗ്രസിൽ നിന്ന് പണ്ടെല്ലാം അങ്ങനെ റഹീം പറഞ്ഞു പോയിട്ട് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പേരുകൾ വെച്ചിട്ട് ആളുകളുടെ പേരും മറ്റേത് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. അതിനെന്താ സംശയം? റഹീമിന് എന്താ സംശയം? റഹീമിന് എന്താ സംശയം ഒന്ന് പറഞ്ഞേ. ഞാൻ റഹീം എന്ന പേരുകൊണ്ട് വേറെന്തെങ്കിലും ഞാൻ പറഞ്ഞോണ്ട് ഇല്ലല്ലോ. ഇത് BJP ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള കള്ളക്കളി കാണിക്കുന്ന CPM ആണ്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്താണ്. ശബരിനാഥന്റെ പേരായതുകൊണ്ട് ഞാൻ അനിൽ ആന്റണിക്കോ ആന്റോ ആന്റണിക്കോ ചോദിക്കുന്നില്ല. എനിക്ക് ധാർമ്മികത എനിക്കുള്ളത്. താനൊരു MP അല്ലേ? താനൊരു MP അല്ലേ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എന്തും പറഞ്ഞുകൊണ്ടിരിക്കാന്നാണ് വിചാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു MP ആണെന്നുള്ള ബോധം വേണം. ജനങ്ങൾ ജയിപ്പിച്ചില്ലെങ്കിൽ രാജ്യസഭയുടെ MP ആണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് MP വിളിക്കുന്നത്. അപ്പർ ഹൗസ് എന്നാണ് വിളിക്കുന്നത്. അപ്പർ ഹൗസിൽ MP ഇത്തരത്തിലുള്ള ഞാൻ വൈകാരികത ആവശ്യം എനിക്കുണ്ട്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ചോദിക്കേണ്ട ആവശ്യം എന്താ? അത് ശരിയൊന്നുമല്ല. അത് ക്ലാരിഫൈ ചെയ്താൽ മതി. ഞാൻ വൈകാരികത കാണിക്കും. ഒരു കാര്യം, ഞാനാരെന്താണെന്നുള്ള എനിക്ക് നല്ല ബോധ്യമുണ്ട്, നാട്ടുകാർക്കും ബോധ്യമുണ്ട്. അല്ല അത് പറയട്ടെ. ഒന്ന് ക്വാളിഫൈ ചെയ്യും. റഹീം ഒന്ന് ക്വാളിഫൈ ചെയ്യും. പറ. നന്നായിട്ട് അറിയായിരുന്നു ഈ ശ്രദ്ധിക്കോ? ഞാൻ കേൾക്കാണ്. മറുപടി പറയട്ടെ. ഇതിനകത്ത് ശബരിനാഥന് ഞാൻ അങ്ങ് വ്യക്തമായി കേൾക്കുക. അല്ല അടിക്കണ്ട. അനിൽ ആന്റണിക്ക് പോണോ ആന്റോ ആന്റണിക്ക് പോണോ എന്ന് ചോദിച്ചതിന്റെ കാരണം എന്താണെന്ന് പറയാം. അതെനിക്ക് അറിഞ്ഞു പറ്റും. അത്ര ലളിതമല്ല. കോൺഗ്രസില് മഹാനായ യശസ്വീനായ ജി കാർത്തികേയന്റെ മകൻ അരുവിക്കരയിൽ മത്സരിച്ചപ്പോൾ AK ആന്റണി അവിടെ പ്രചരണത്തിന് വന്നിട്ടുണ്ട്. എന്റെ ചോദ്യം, AK ആന്റണിയുടെ മകൻ മത്സരിക്കുന്നിടത്ത് അതേ ശബരിനാഥൻ പ്രചരണത്തിന് പോകുമോ എന്നുള്ളതാണ്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചോദ്യം? ഇതെന്തൊരു ജന്മോ? AK ആന്റണിയുടെ മകൻ BJP-കാരനാണ്. AK ആന്റണി കോൺഗ്രസ്സുകാരനായിരുന്നപ്പോൾ പോയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോയത് BJP-കാരനാണ്. അതിനൊരു തീരുമാനമായി. BJP-യും കോൺഗ്രസും തമ്മിലൊരു വ്യത്യാസമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ BJP-കാർ ചെയ്യുന്നതിനേക്കാൾ ആളുകളുടെ പേര് വെച്ചുകൊണ്ട് ആളുകളുടെ മതം വെച്ചുകൊണ്ട് BJP-യിലോട്ട് പോകുന്ന ഒരു ഹിഡൻ അജണ്ട കേരളത്തിൽ കൊണ്ടുവരുന്ന CPM ആണ്. റഹീം ഇന്ന് കവലപ്രസംഗം നടത്തുന്ന ഒരാളല്ല. നിർഭാഗ്യവശാൽ താങ്കൾ അപ്പർ ഹൗസിലെ ഒരു MP ആണെന്ന് മനസ്സിലാക്കണം. അവനൊന്നും അറിയില്ല താമോ. അങ്ങനെ MP ആയിട്ടുള്ള ഒരാൾ എന്റെ പേര് ശബരിനാഥൻ ആയതുകൊണ്ടും ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ടും ഞാൻ അനിൽ ആന്റണിക്കാണോ ആന്റോ ആന്റണിക്കാണോ ചോദിക്കുന്നത് ആ ചോദ്യം, ആ ധ്വനി, ആ ചോദ്യം ശരിയല്ല. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം. ഇവിടെ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരനായി ജനിച്ചു വീണതാണ്. ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരന്റെ മരിച്ചു വീഴത്തുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ചാനൽ ചർച്ചയെന്ന് നിങ്ങളോടും തന്നോടും എന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ ഇത്തരത്തിൽ ആളുകളുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം കുത്തിവെക്കുന്നതിൽ BJP-ക്ക് വളർത്തുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? റഹീം ആയതുകൊണ്ടും ഞാൻ മറ്റേത് ചോദിച്ചിട്ടുണ്ട് ഇല്ലല്ലോ. എന്തൊരു മോശപ്പെട്ട ചോദ്യമാണ്. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. നികൃഷ്ടമായിട്ടുള്ള മനസ്സ് ജനങ്ങൾ പൊളിക്കും, ജനങ്ങൾ അത് മനസ്സിലാക്കും. അതുകൊണ്ട് ഇത്ര പറയുന്നത് എല്ലാ പാർട്ടിയിൽ നിന്നും ആളുകൾ പോകുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള തെറ്റുകൾ പറയുന്ന രാജ്യസഭാ MP-മാർ ഈ ഉണ്ടായിട്ടുള്ളത് ലോക്സഭാ MP-മാരെ ഇനിയും ലോക്സഭാ MP-മാരെ കൊണ്ടുപോകണമെന്നുള്ള ചോദ്യം മാത്രം ജനങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതുപോലെയുള്ള രാജ്യസഭാ MP-മാർ നാക്കെടുത്താൽ കള്ളം പറയുന്ന വർഗീയ മുനവെച്ച് സംസാരിക്കുന്ന കോൺഗ്രസുകാരുടെ ആത്മാഭിമാനം ഇല്ലാക്കുന്ന കൂടുതൽ MP-മാരെ ലോക്സഭ വിടണമെന്നുള്ള ചോദ്യം മാത്രം ചോദിച്ചാൽ മതി. മുതലാളിയുടെ കഷ്ടകാലവും അല്ലാതെ ഞാൻ എന്താ പറയാ.